ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എവിടെ സാറാണേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ ഫാമിംഗ് കൃത്യമായിട്ടും പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ ചില ഒരു ടോപ്പിക്സ് വളരെ ഷോർട്ടായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് വരും എന്ന് സാർ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് സാർ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വിതിൻ 10 minutes നമുക്ക് ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ മക്കളും ത്രൂ ഔട്ട് എന്ത് ചെയ്യാൻ കാണുക. ആഫ്റ്റർ ദാറ്റ് മക്കൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോവാണ്. നമ്മൾ പഠിച്ചതാണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, അത് ഒരു ലൈവിൽ പഠിച്ചതിന് ശേഷം നമ്മൾ ഓരോ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ഏരിയാസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ദ ഹിഡൻ വർക്ക് ഫോഴ്സ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ബിയോണ്ട് സ്റ്റീരിയോ ടൈപ്സ്. അതായത് ഇവിടെ നമ്മൾ കൃത്യമായിട്ടും പറയുന്നുണ്ട് വെൻ യു ഹിയർ ഫാമർ what image comes to your mind. Yes, obviously നമ്മളൊരു ഫാമർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ വരുന്നത് ഒരു മാൻ ആണ് അല്ലേടാ. യെസ്, മോസ്റ്റ് ഇൻവെഷൻസ് എ മാൻ അല്ലേ. നമ്മൾ വിചാരിക്കുന്നതാണ് മാൻ, ഒരു മാൻ ആണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പുരുഷനാണ് നമ്മുടെ മൈൻഡിലേക്ക് വരിക. ഓക്കെ, ഒരു മെയിൽ ആയിട്ടുള്ള ഒരു ഫാമർ ആയിരിക്കും നമ്മുടെ മൈൻഡിലേക്ക് വരിക. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് അതാണ് ഇവിടെ അല്ല. ഇവിടെ നമുക്കൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആസ് പെർ റൂറൽ ഇന്ത്യ നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റോറി നമ്മൾ നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആണ്. 75% ഓഫ് അഗ്രികൾച്ചർ വർക്കേഴ്സ് വർ വിമൺ. യെസ്, നമ്മുടെ ഇന്ത്യയിൽ 75% അഗ്രികൾച്ചർ വർക്കേഴ്സ് ആരാണ്? വിമൻസ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു റിയാലിറ്റി മക്കൾ എല്ലാവരും കൃത്യമായിട്ടും മനസ്സിലാക്കി വെക്കണേ. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ട് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഫാമേഴ്സ് ആണ്. യെസ്, അതെന്താണ്? യെസ്, അത് മാൻ ആണ് എന്നുള്ളതാണ്. പക്ഷെ അതങ്ങനെയല്ലടാ. 2025 കണക്ക് പ്രകാരം റൂറൽ ഏരിയയിലെ 75% ഓഫ് ദ അഗ്രികൾച്ചർ വർക്കേഴ്സ് എന്ന് പറഞ്ഞാലാണ് വിമൻസ് ആണ് നമുക്ക് കാണാൻ പറ്റും. അതിൽ A to Z സോയിങ് ടു ഡ്രഷിങ് വരെയുള്ള, സോയിങ് ടു ഹാർവെസ്റ്റിംഗ് ആൻഡ് ഡ്രഷിങ് വരെയുള്ള പ്രോസസ്സിൽ ആര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്? വിമൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള റിയാലിറ്റി കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പറയുന്നത് സ്ത്രീകളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ 75% കേട്ടോ. ഓക്കെ, 75% ആണ് അതിൽ വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലിവിങ് ടാപ്പിസ്ട്രി ആണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നുണ്ട് ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് ഫില്ല് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യസ് അഗ്രികൾച്ചർ ലാൻഡ്സ്കേപ്പ് നോക്കുകയാണെങ്കിൽ വിത്ത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ പ്രാക്ടീസസ് ഇൻ വൈബ്രന്റ് ടാപ്പിസ്ട്രി. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രം പഞ്ചാബിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഗോൾഡൻ വീറ്റ് ഫീൽഡ് ആണ്. പഞ്ചാബിൽ ഗോൾഡൻ വീറ്റ് ഫീൽഡ്സ് ആണെങ്കിൽ കാശ്മീരിലേക്ക് ആകുമ്പോൾ സാഫ്രോൺ വാലീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ദ നോർത്ത് ഈസ്റ്റിലെ ടീ ഗാർഡൻസ് നമുക്ക് കാണാൻ പറ്റും. കേരളത്തിലേക്ക് വരുമ്പോൾ പാഡി ഫീൽഡ്സ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വളരെ സമൃദ്ധമാണ്, വളരെ റിച്ച് ആണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു അഗ്രികൾച്ചർ ഫീൽഡ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് അഗ്രികൾച്ചർ റിമൈൻസ് ഫണ്ടമെന്റൽ ടു നാഷണൽ ഐഡന്റിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു അഗ്രികൾച്ചർ. നമ്മൾ നോക്കുന്ന സമയത്ത് എപ്പോഴും ഗ്രീനറിയും അല്ലെങ്കിൽ പച്ചപ്പും ഹരിതാവും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ലാൻഡ് എന്ന് പറയുന്നത് അത്രത്തോളം എന്താണ് റിച്ച് ആണ് ഈ പറയുന്ന അഗ്രികൾച്ചർ പ്രോഡക്ട്സ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡിഫറെൻറ്റ് ഏരിയാസിൽ ഡിഫറെൻറ്റ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. അതിൽ സോയിൽ ഒരു ഫാക്ടറാണ്, ക്ലൈമറ്റ് ഒരു ഫാക്ടറാണ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. സീസൺസിനെ കുറിച്ച് പറയും, ക്ലൈമറ്റ്സിനെ കുറിച്ച് പറയും, സോയിലിനെ കുറിച്ച് പറയും, വാട്ടറിനെ കുറിച്ച് പറയും. അതേപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഗ്രികൾച്ചറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ക്ലാസ്സസിലൂടെ എന്ത് ചെയ്യും, ബാക്കി എല്ലാ ടോപ്പിക്സും മക്കൾക്ക് തരും കേട്ടോ. ഡോണ്ട് വറി. യെസ്, നമ്മളിവിടെ പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ വരുന്നത് ജേർണി ത്രൂ അഗ്രികൾച്ചറൽ ടൈം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഫാമിംഗ് സ്ട്രെച്ചസ് പ്രീ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോവാണ്. ബാക്ക് ടു പ്രീ ഹിസ്റ്ററി. പണ്ട് മുതലേ ഇന്ത്യയിൽ എന്തുണ്ട് അഗ്രികൾച്ചർ സെക്ടർ ഉണ്ട്. 7th 8th എന്ന് പറയുക മില്ലേനിയം BC-യിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഗംഗാ പ്ലെയിൻസിലൊക്കെ റൈസ് പോലുള്ള ഗ്രെയിൻസ് കൊണ്ട് വളരെ എന്താ പറയുക വിപുലമായിരുന്നു അല്ലെങ്കിൽ സമ്പൂർണ്ണമായിരുന്നു നമുക്ക് കാണാൻ പറ്റൂടാ. ദെൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബലൂചിസ്ഥാനിൽ ബാർലി ആൻഡ് മില്ലറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സിന്ധു സരസ്വതി സിവിലൈസേഷൻ എന്താ പറയുക സരസ്വതി സിവിലൈസേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെയും വലിയ രീതിയിൽ എന്താണ് അഗ്രികൾച്ചർ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ തന്നെ നമ്മളൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇവൻറ്റ്സിലേക്ക് അല്ലെങ്കിൽ ഇയേഴ്സിലേക്ക് പോകുമ്പോഴാണ് early rice cultivation in Ganga plains, barley and millets and mehreg നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ BC 3000 പോകുമ്പോൾ ഹരപ്പൻ സിവിലൈസേഷൻ ബാർലി വീറ്റ് ആസ് സ്റ്റാപ്പിൾ, അതുപോലെ തന്നെ റൈസ് മില്ലറ്റ്സ് വെജിറ്റബിൾസ് ഒക്കെ വൈഡ് സ്പ്രെഡ് ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. ദെൻ BC 3500 പോകുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് കാറ്റിൽ, ഷീപ്പ്, ഗോഡ്സ്, ഫോൾസ് ആൻഡ് അതർ ആനിമൽസ് ബിഗിൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ പീരീഡ് നമ്മൾ നോക്കുമ്പോൾ ആൻഷ്യന്റ് ടെക്സ്റ്റ് ഡോക്യുമെന്റ്സ്, സോഫിസ്റ്റിക്കേറ്റഡ് അഗ്രികൾച്ചർ നോളജ് ആൻഡ് പ്രാക്ടീസ്. നമ്മൾ
അഗ്രികൾച്ചറിൽ നമ്മൾ വളരെ വിസ്ഡം അല്ലെങ്കിൽ വളരെ നോളജ് ഉള്ള ഒരു നേഷനാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ള റിയാലിറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഇന്റർ ക്രോപ്പിംഗ് ഇന്നോവേഷൻസ്. അതായത് ആൻഷ്യൻ ടൈമിലുണ്ടായിട്ടുള്ള ഒരു ഇന്നോവേഷനാണ് ഇന്റർ ക്രോപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരേ ലാൻഡിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡും ആൻഷ്യൻ ടൈം മുതൽ തന്നെ നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇന്റർ ക്രോപ്പിംഗ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ആർക്കിയോളജിക്കൽ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കാലിബംഗാൻ, രാജസ്ഥാനിലെ കാലിബംഗാൻ എന്ത് നടത്തിയിട്ടുണ്ട്? ഇന്റർ ക്രോപ്പിംഗ് നടത്തി എന്നതിന്റെ ആർക്കിയോളജിക്കൽ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. Archaeological evidence from Kalibangan, Rajasthan reveals that the perpendicular furrows dating to 2800 BC clear evidence of intercropping. This practice of growing two or more different crops simultaneously continues for 4800 years later, demonstrating the remarkable agricultural continuity. But നമ്മൾ പറയുന്നത് ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് വളരെ പണ്ട്, വളരെ എന്ന് പറയുമ്പോൾ എത്രയോ ഇയേഴ്സ് അല്ലെ, നിങ്ങൾ നോക്കുക BC 2800 എന്നൊക്കെ പറയുമ്പോൾ അത്രയും ലോങ് ഇയേഴ്സ് മുമ്പ് ഇവിടെ എന്താ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന ഒരു മെത്തേഡ് ആയിരുന്നു. അതിപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്? ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മളിവിടെ പറയുന്നുണ്ട് ആൻഷ്യൻ വിസ്ഡം ആൻഡ് ക്രോപ്സ് ത്രൂ ദ ഏജസ്. നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഗ്രെയിൻസ് ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രെയിൻസ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓയിൽ സീഡ്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലെഗ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫൈബേഴ്സും ഫ്രൂട്ട്സും കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇന്റർ ക്രോപ്പിംഗ് അല്ല. ഇന്റർ ക്രോപ്പിംഗ് നമ്മൾ പറഞ്ഞത് ഒരേ ലാൻഡിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നു. അത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെൻറ്റ് ക്രോപ്സ് ഡിഫറെൻറ്റ് ഏരിയാസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ബാർലി ആണെങ്കിലും വീറ്റ് ആണെങ്കിലും റൈസ് ആണെങ്കിലും ബാർലി, വീറ്റ്, റൈസ്, വേരിയസ് മില്ലറ്റ്സ്, അതുപോലെ തന്നെ സീസംസ്, അതുപോലെ തന്നെ സാഫ്ലോസ്, അതുപോലെ തന്നെ ഗ്രീൻ ഗ്രാം, ബ്ലാക്ക് ഗ്രാം, അതുപോലെ തന്നെ ലിൻസീഡ്, മൊസ്റ്റാർഡ്, ഇതൊക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കോട്ടൺ, ഹെമ്പ്, ജൂട്ട്, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, ഗ്രേപ്സ്, ഡേറ്റ്സ്, മൾബറി, പ്ലംസ്, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഓയിൽ സീഡ്സ്, ഗ്രെയിൻസ് ആൻഡ് സീഡ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ലാൻഡ് കൂടിയാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ആൻഷ്യൻ ടൈം മുതൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഓക്യുപേഷൻ, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു ഓക്യുപേഷനാണ്. നമ്മളിപ്പോൾ മോഡേൺ ടൈമിലടക്കം നമ്മുടെ GDP അടക്കം 18% ഓഫ് ദ കോൺട്രിബ്യൂഷൻസ് ഉള്ള അല്ലെ, നമുക്ക് ഏറ്റവും വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇപ്പോൾ സർവീസ് സെക്ടേഴ്സും അതർ സെക്ടേഴ്സൊക്കെ വന്നു നിൽക്കുമ്പോഴും അതിൻ്റെ സ്ഥാനം വിട്ടുകൊടുക്കാതെ ഞങ്ങൾ മുമ്പിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു വലിയൊരു പൊസിഷനിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഫീൽഡാണ് അഗ്രികൾച്ചർ. അതുപോലെ തന്നെ സാർ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് മക്കളോട് എല്ലാവരോടും. യെസ്, അഗ്രികൾച്ചറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഈ ഒരു ഫാമേഴ്സിന് നമ്മൾ റെസ്പെക്ട് കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്സുമായിട്ട് ഇനിയും സാറ് വരുന്ന ക്ലാസ്സിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫാമേഴ്സിനെ റെസ്പെക്ട് ചെയ്യാം. യെസ്, ഫാമേഴ്സിനെ നമുക്ക് ഇഷ്ടപ്പെടാം, ഫാമേഴ്സിനെ റെസ്പെക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ വാട്ടറിനെ കുറിച്ചും ക്ലൈമറ്റ്സിനെ കുറിച്ചും സോയിലിനെ കുറിച്ചൊക്കെ സാറ് വന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്സ് വളരെ ഷോർട്ടായിട്ട് വിതിൻ 10 minutes വളരെ ഷോർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യാം, പഠിക്കാം. ലൈവിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു, പ്ലസ് നമ്മൾ ഷോർട്ടായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഓക്കെ ആണ്, എല്ലാവർക്കും സെറ്റാണ്, എല്ലാവർക്കും റെഡിയാണെന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ സെഷനോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു ഓൾ, ബൈ.